നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ശക്തമായി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വെറുതെ പറയുന്നതല്ലല്ലോ. ആണോ? മുഹമ്മദ് നബിക്ക് ഒരുപാട് ആളുകൾ മുഹമ്മദ് നബിയാണ് ഏറ്റവും മാതൃകാ പുരുഷോത്തമൻ എന്നൊക്കെ പറഞ്ഞിട്ട് നബിയുടെ പിന്നാലെ നടക്കുന്നില്ലേ? നബിയുടെ മതത്തിന്റെ പിന്നാലെ. ശരി, അവർക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് പേര് കേട്ട മതമാണിത്. ആയിക്കോട്ടെ. അപ്പോ 16 വയസ്സിൽ വിധവയായിട്ടുള്ള ആയിഷയ്ക്ക് വിധവാ സംരക്ഷണമൊന്നും വേണ്ടായിരുന്നോ എന്നൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഭാര്യ? എന്താണ് ഒരു മുസ്ലിം സ്ത്രീക്ക് നൽകുന്ന പരിഗണന? ഒരുപാട് ഹിന്ദു പെൺകുട്ടികൾ, ഒരുപാട് ക്രിസ്ത്യൻ പെൺകുട്ടികളൊക്കെ ഈ മതത്തിലേക്ക് ചാടിപ്പോകാൻ വെമ്പല് കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, ലവ് ജിഹാദിലൂടെയൊക്കെ. ഒരുപാട് പേര് ചാടിപ്പോകാൻ നിൽക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിൽ എന്തോ വലിയ സ്വാതന്ത്ര്യം പുഴുങ്ങി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ശരി, നിങ്ങളുടെ ധാരണയാണ്, നിങ്ങൾക്ക് അങ്ങനെ ധരിക്കാം, നിങ്ങൾക്ക് ആ മതം സ്വീകരിക്കാനും നിരാകരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്ന് പറഞ്ഞു തരണം, മുസ്ലിം സ്ത്രീ ഒരു ഭർത്താവിന്റെ ഏക ഭാര്യയാവില്ലല്ലോ. നീച്ചിക്കുന്നെങ്കിൽ 2, 3, 4 ഒക്കെ ആയിക്കോടാ. ഇമാം അത്തുബരി പറഞ്ഞത് ഒരു പുരുഷന് 18 വരെ കെട്ടാമെന്നാണ്. ഈ 2, 3, 4 ഈ 2 എത്രയായി? 3 എത്രയായി? 4 എത്രയായി? എല്ലാം കൂടെ കൂട്ടുമ്പോ എത്രയായി? അത്ര തന്നെ. അത്രയും കെട്ടിക്കോളാൻ ഒക്കെ താങ്ങോടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓ നബിക്ക് അതൊക്കെ പറ്റുമെന്നേ. കുഫൈത്ത് അല്ലേ അള്ളാഹു കൊടുത്തിരിക്കുന്നത്? ആ മാംസം നിറഞ്ഞ ഒരു ഭക്ഷണമുണ്ടല്ലോ കുഫൈത്ത്. 40 പുരുഷന്മാരുടെ കുതിരശക്തിയല്ലേ കിട്ടുന്നത്? ചെറിയ കാര്യമാണോ? അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ ചുമ്മാ ഇരിക്കാനോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കാനാ? കളിക്കാൻ തന്നെ. 4-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഭർത്താവിന്റെ നിരവധി ഭാര്യമാരിൽ ഒരാൾ മാത്രമാണ്. 4-ാം അധ്യായത്തിലെ 4-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനമാണ് കേട്ടോ ഭാര്യമാരുടെ എണ്ണം പറഞ്ഞത്. പിന്നെ ഒരു പുരുഷന്റെ ഒരു ഏക ഭാര്യ എന്ന പദവി സ്ത്രീക്ക് കിട്ടത്തില്ല. നിരവധി ഭാര്യമാരിൽ ഒരാൾ മാത്രമാണ്. 4-34 അതിലാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നൊക്കെ പറയുന്നത്. അതിനകത്താണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണെന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ ആ വചനത്തിലാണ്. പിന്നെ ഭാര്യയെ 4 പൊട്ടിച്ചോളാൻ അനുമതി കൊടുക്കുക. പെണ്ണ് പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ ഫഅൽഹുന്ന, അവളെ ഉപദേശിച്ചോ. വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടപ്പറയിൽ ബഹിഷ്കരിക്കണം. കിടപ്പറയിൽ കെട്ടിയിട്ടടിക്കാനായിട്ടോ ഇമാം അത്തുബരി പറഞ്ഞ ഖുർആൻ വ്യാഖ്യാനം. അത് കഴിഞ്ഞിട്ട് വളിരിബൂഹുന്ന, പൊട്ടിച്ചോളാൻ. എന്താല്ലേ ഞങ്ങളുടെ മതം ഇങ്ങനെ. നൗഫലിനെ ഓടിച്ചു വിട്ടേരേട്ടാ. ഞങ്ങളുടെ മതം ഇങ്ങനെയാണ്. പുരുഷ മേധാവിത്വമാണ്. പുരുഷ അല്ലാഹു പുരുഷ നബിക്ക് നൽകിയിരിക്കുന്ന ഇത്തരം സൗകര്യങ്ങള് മറ്റൊരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഭാര്യയെ മർദ്ദിക്കാൻ, കെട്ടിയിട്ടടിക്കാൻ, ഒഴിവാക്കാൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എല്ലാം 4-34 തന്നെയാണ് കേട്ടോ അത്. ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാണ്. നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാശിതു. അത് ഉസ്താദ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ? പെണ്ണു കിടക്കണം. അവൾ ഇസ്ലാമിലെ ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് വിരിക്കണം, കിടക്കണം. എന്നിട്ട് പുരുഷൻ വന്നിട്ട് മലർത്തി കിടത്തിയോ, ചരിച്ച് കിടത്തിയോ ഒക്കെ ചെയ്യാം. നിർത്തി ചെയ്യരുത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട. കിഡ്നിക്കൊക്കെ പ്രശ്നം വരും. ഉസ്താദ് പറഞ്ഞത് ഞാൻ ആദ്യം കേൾപ്പിച്ചല്ലോ, ആദ്യം കേട്ട വീഡിയോയ്ക്കകത്ത് അതൊക്കെ ഉണ്ട്. അതാണ്, അത് പറ ടോം തോമസ്. അതെ, ഇങ്ങനെ കാമം പ്രോത്സാഹിപ്പിക്കുന്ന, സെക്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാമമതം സെക്സ് ഇസ്ലാം വേറെയില്ല. വേറെ ഒരു മതവും ഇങ്ങനെ ഓപ്പണായിട്ട് സെക്സിനെ കുറിച്ചിട്ടൊന്നും പഠിപ്പിക്കില്ല.
ഇവരെന്താ ഇങ്ങനായി പോയതെന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ. അപ്പം ഞാൻ ഈ ഗ്രന്ഥത്തിലേക്ക് എത്തും. അങ്ങനെയാണ് ഞാൻ സമാധാനിക്കാറുള്ളത്. മുസ്ലിം സ്ത്രീക്ക് വസ്ത്ര സ്വാതന്ത്ര്യമില്ല. കണ്ടില്ലേ, തട്ടമിട്ടാൽ നീ എന്തിനാ തട്ടമിട്ടത് എന്ന് ചോദിച്ചു വരും. ഇവനൊക്കെ കണക്ക് കൊടുക്കണോ? തട്ടമിട്ടില്ലെങ്കിൽ അനക്ക് മരിക്കണ്ടേ പെണ്ണെ, അനക്കൊരു തട്ടം തലയിൽ ഇട്ടൂടെ പെണ്ണെ എന്ന് പറയും. മദ്രസ ബുദ്ധിയാണ്. ഒരാൾ എന്ത് വസ്ത്രം ധരിക്കുന്ന, ഒരാൾ ചുരിദാർ ഇട്ടിട്ട് നിനക്ക് സാരി കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കും. നല്ല ബുദ്ധിയുണ്ടാ? ഉസ്താദ് തടവിയും തഴുകിയും ഒക്കെ പറഞ്ഞു വിട്ടിരിക്കുന്ന ടീംസാ. അതുകൊണ്ട് അവർക്ക് തലച്ചോറില്ല. ഇവരുടെ മനസ്സിൽ മൊത്തം കളിയും കുളിയും മാത്രമേ ഉള്ളൂ. മഹാലക്ഷ്മി, സംശയമൊന്നുമില്ല. ഇവരുടെ മതം, ജീവിതം പർദ്ദയ്ക്കകത്താണ്. മതത്തിനകത്താണ് ഇവരുടെ ജീവിതമുള്ളത്. പർദ്ദ അള്ളാഹുവിന്റെ വചനമാണോ? അല്ല, ഉമറിന്റെ താല്പര്യപ്രകാരം ഇറങ്ങിയതാണെന്ന് ഇവരോട് പറഞ്ഞാൻ പറ്റുമോ? മുഹമ്മദ് നബി ആയത്തായിട്ട് പിന്നീട് കണക്ക് കൂട്ടി എഴുതി വെച്ചതാ. എന്നിട്ട് അള്ളാഹുവിന്റെ തലയിൽ കൊണ്ടിടുകയും ചെയ്തു. പിന്നീട് ഇതാണ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നമ്പർ 118 ഹദീസ് നമ്പർ 225 ഇത് പറഞ്ഞിട്ടുണ്ട്. പടച്ചോന്റെ താല്പര്യപ്രകാരം ഇറക്കിയ വചന അല്ല ഇത്. ഉമറാണ് ആഗ്രഹിക്കുന്നത്. അയ്യോ, ഏറ്റവും പൊക്കമുള്ള ആളാണ് സൗദ, നബിയുടെ ഭാര്യയാണ്. പോകുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് അബൂബക്കറും ഉമറും അവരുടെ അനുയായികളും ഒക്കെ പോയി, സൗദ കണ്ടിട്ടാ നീയാണെന്ന്. അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പിക്കുപ്പായി വിടാൻ പറഞ്ഞത്. കാരണം നബിയുടെ ഭാര്യമാര് സന്ധ്യ സമയത്ത് അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളൊഴിഞ്ഞ പറമ്പിലേക്ക് പോകുമായിരുന്നല്ലോ. അപ്പൊ വിലക്കിയതാ. അപ്പോഴാണ് ഉമർ ആഗ്രഹിച്ചത്, അയ്യോ ഇവർക്കൊന്നും മുഖമൊക്കെ മറിച്ചിട്ട് അപ്പിക്കുപ്പായം ഇട്ടിട്ടൊക്കെ ഒന്ന് പൊയ്ക്കൂടെ എന്ന്. ഖുർആനിന്റെ മലയാള പരിഭാഷയൊക്കെ എല്ലാ സെന്ററുകളിലും കിട്ടും കേട്ടോ, പുസ്തക കടകളിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ സ്ത്രീകൾക്ക് കരയാനുള്ള അവകാശം പോലുമില്ല. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 636 ഹദീസ്. കരഞ്ഞാല് ആ മയ്യത്ത് ശിക്ഷ അനുഭവിക്കുമെന്നാ പറഞ്ഞു. ഇനി കരയുന്നവളുടെ വായിൽ മണ്ണ് വാരിയിട്ട് കൊടുക്കാനും പ്രവാചകൻ പഠിപ്പിച്ചു. മർദൂം കേലിയേ ഹർസുൻ മുറവ, ഒരു ഉറുദു പാട്ടുണ്ട്. കണ്ണീര് പോലും പെണ്ണിനു പാടില്ലെന്നാ പറയുന്നത്. ഭാര്യയെ ഉപേക്ഷിക്കാനും ഖുർആൻ പറയുന്നുണ്ട് കേട്ടോ. 65 അറിയാമോ? നബി കള്ളവെടിക്ക് പോയില്ല ഹഫ്സയുടെ വീട്ടിൽ വെച്ചിട്ട്. ആ സമയത്ത് ഇനി ഞാൻ ആരുമായിട്ടും കള്ളവെടിക്ക് പോകത്തില്ല, ഇനി ഞാൻ ആ സ്ത്രീയുമായിട്ടൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത്, അല്ല നിനക്ക് ഹലാലാക്കി തന്ന വ്യഭിചാരം നിന്നോട് ഹറാമാക്കാനാരടാ പറഞ്ഞു ഭാര്യമാർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്, വേണ്ടി വന്നാൽ ഭാര്യയെ വരെ ഉപേക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല, നീ വ്യഭിചരിച്ചോളാൻ പഠിച്ചു. ഇങ്ങനെയും ഉണ്ടല്ലോ എന്നല്ലേ. ഇനി മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ അവരെ തള്ളിക്കളയാൻ ഖുർആൻ പഠിപ്പിക്കുന്ന 9-ാം അധ്യായം 23-ാമത്തെ വചനം തൗബ. ഇസ്ലാം മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തട്ടിയേക്കണമെന്ന്, അവരെ പിന്നീട് വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് 2089 ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നരകത്തിൽ അധികവും സ്ത്രീകളാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 203-ാമത്തെ ഹദീസ്. സ്ത്രീകളെ ആദരിച്ച മതമാണ് കേട്ടോ. ഈ മതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന ലവളുമാർ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോണേടി. മുസ്ലിം സ്ത്രീ നിഷേധഭാവമുള്ളവളായതുകൊണ്ടാണ് നരകത്തിൽ പോകുന്നത് എന്ന്, നന്ദിയില്ലാത്തവളായതുകൊണ്ട്. 545 ഹദീസ് നമ്പർ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നരകത്തിൽ പ്രവേശിക്കുന്നത് ഭൂരിപക്ഷവും സ്ത്രീകളാണ്, കാരണം അവർ നന്ദി കെട്ടവരാണെന്ന് സ്വഹീഹുൽ ബുഖാരി 1718. ഇസ്ലാമിലെ സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടെ ഒന്നടങ്കം നരകത്തിൽ പ്രവേശിക്കുമെന്ന് ഖുർആൻ 19-71. ആ നരകത്തിന് ഉൾപ്പെടാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോ. ഇത് നിങ്ങൾക്ക് കിട്ടണ്ടേ ഈ പോസ്റ്റ്, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് തന്നെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ട്. യഥേഷ്ടം നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇതൊക്കെ ഇനിയും വരുന്ന ഒരു ജനതയ്ക്ക് ഉപകാരപ്രദമാണ്. റെനി ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇവർക്കൊന്ന് ഇട്ട് കൊടുക്കണേ. ഫേസ്ബുക്കിൽ ഇടാം കേട്ടോ.